ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത് പപ്പടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. പപ്പടം നമുക്ക് എങ്ങനെ സൂക്ഷിച്ച് വെക്കാം, അതേപോലെ തന്നെ പപ്പടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ള കുറച്ച് ടിപ്സും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ തീർച്ചയായിട്ടും ഇത് യൂസ്ഫുൾ ആകും. പപ്പടം നമുക്ക് കുറച്ച് നാളൊക്കെ സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഫ്രിഡ്ജിലൊന്നും വെക്കാണ്ട് സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ അരിയിൽ നമുക്ക് വെക്കാവുന്നതാണ്. ഇതേപോലെ പപ്പടത്തിൻ്റെ പാക്കറ്റ് മുഴുവനായിട്ട് ഇങ്ങനെ അരിയുടെ ഉള്ളിലേക്ക് ആക്കി വെക്കുക. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പപ്പടം കേടൊന്നും വരാണ്ട് കുറേ നാൾ ഇരുന്നോളും. നമുക്ക് ഏതരി വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾ ചോറ് വെക്കാനൊക്കെ ഉപയോഗിക്കുന്ന അരിച്ചാക്കിലൊക്കെ ഇതേപോലെ പപ്പടം വെക്കുകയാണെന്നുണ്ടെങ്കിൽ കേടൊന്നും വരാണ്ട് കുറച്ച് നാളൊക്കെ ഇരിക്കും. ഇതേപോലെ പൊട്ടിച്ച പാക്കറ്റിലുള്ള ബാക്കിയുള്ള പപ്പടം നമുക്ക് എങ്ങനെ സൂക്ഷിച്ച് വെക്കാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ പൊട്ടിച്ച പാക്കറ്റ് ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബോക്സ് അടച്ച് വെച്ചിട്ട് സൂക്ഷിക്കാവുന്നതാണ്. ഇത് നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, പുറത്ത് വെച്ചിരുന്നാൽ തന്നെ ഒരു കേടും വരാണ്ട് ഇരുന്നോളും. അടുത്തതായിട്ട് പറയുന്നത് നമുക്ക് നല്ല പപ്പടവും അതേപോലെ തന്നെ പൊട്ടപ്പപ്പടവും എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളതാണ്. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ പപ്പടം ഒന്ന് മുക്കി വെക്കാം. ഇങ്ങനെ നമ്മളൊരു 5 മിനിറ്റൊക്കെ ഇതേപോലെ വെക്കണം. ഇപ്പോൾ ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ പൊട്ടുന്നൊന്നുമില്ല. നമ്മൾ നല്ല പപ്പടമാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ പൊട്ടി പൊട്ടി പോരും. ഇപ്പോൾ ഇത് ഞാൻ നല്ലോണം കൈ വെച്ചിട്ട് നല്ലോണം തിരുമ്മുമ്പോൾ മാത്രമേ പൊട്ടുന്നുള്ളൂ. അപ്പോൾ ഇത് നല്ലൊരു പപ്പടമൊന്നുമല്ല. നല്ല പപ്പടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പപ്പടം വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ പൊടിഞ്ഞ് വരും. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഒരേ പപ്പടമൊക്കെയാണ് വാങ്ങുന്നതെങ്കിൽ അത് നല്ലതാണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ ഈ ഒരു രീതി നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മൾ കുറച്ചധികം പപ്പടം ഇതേപോലെ വാങ്ങിച്ചിട്ട് സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഇത് പൊട്ടിക്കാത്ത പാക്കറ്റാണ്. നമുക്കൊരു 2-3 മാസമൊക്കെ ഒരു കേടും വരാണ്ട് പപ്പടം ഇതേപോലെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാനായിട്ട് പറ്റും. നമ്മൾ ഉപയോഗിക്കുന്നതിന് കുറച്ച് മുമ്പ് എടുത്ത് പുറത്ത് വെച്ചിരുന്നാൽ മാത്രം മതി. നമുക്ക് പപ്പടം ഒരു വർഷമൊക്കെ സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ പപ്പടം ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് ആക്കി വെക്കുക. എന്നിട്ട് നല്ലപോലെ ചുറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ ഫ്രീസറിൽ വെച്ച് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ ഒരു കേടും വരാണ്ടിരിക്കും. ഉപയോഗിക്കേണ്ടതിന് മുമ്പായിട്ട് നമ്മളൊന്ന് പുറത്തെടുത്ത് വെച്ചാൽ മാത്രം മതി. പപ്പടം നമ്മളെല്ലാവരും സാധാരണയായിട്ട് എണ്ണയിലാണ് പൊരിച്ചെടുക്കാറുള്ളത്. എന്നാൽ എണ്ണയില്ലാണ്ട് നമുക്കിത് അടുപ്പിൽ വെച്ചിട്ടൊക്കെ ചുട്ടെടുക്കാനും പറ്റും. അതേപോലെ തന്നെ മണലിലോ അല്ലെങ്കിൽ ഉപ്പിലോ ഒക്കെ വറുത്തെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എണ്ണയില്ലാണ്ട് തന്നെ ഇത് ഓവനിൽ വെച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാനായിട്ട് പറ്റും. നമ്മൾ പപ്പടം അടുപ്പിലൊക്കെ ചുട്ടെടുത്ത് അതേ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഈ ഒരു പപ്പടം ഓവനിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് എത്ര പപ്പടമാണോ വേണ്ടത് അത്രയും പപ്പടം ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 40 സെക്കൻഡ് സെറ്റ് ചെയ്ത് വെക്കാം. 40 50 ആയാലൊന്നും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഈ പപ്പടം നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മളിത് എടുത്ത് നോക്കുമ്പോൾ നല്ലോണം അങ്ങനെ പൊട്ടുന്നുണ്ട്. നമ്മൾ പപ്പടം ചുട്ടെടുത്തിട്ടുള്ള അതേപോലെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എണ്ണ ഉപയോഗിക്കാൻ പറ്റാത്തവരൊക്കെ ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കൂ. വളരെ പെട്ടെന്ന് തന്നെ പപ്പടമായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ പപ്പടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടിപ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്. താങ്ക്